ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമവാസി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നലെ കുപ്പിച്ചുകൊണ്ട് ഇടാൻ പോയപ്പോൾ കിട്ടിയ കുറച്ച് വരാൽ. അപ്പോൾ അതിന് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ കിട്ടിയ വരാലാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഒരു കുളം കുത്തി, ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വരാലിനെ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വരാലുകൾ. നല്ല സൈസുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് 6 എണ്ണം ഉണ്ട് കേട്ടോ ഇത് സാധനം. അപ്പോൾ ഇതിനെ ഇടാൻ വേണ്ടിയാണ് നമ്മൾ കുളം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നേരെ ഇരുട്ടിയതുകൊണ്ട് സംഗതി പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ. ഇപ്പോൾ ഇത്ര കേട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നേരെ നല്ല ഇരുട്ടിയതുകൊണ്ട് നമ്മൾ കുളത്തിൻ്റെ പരിപാടി, നമ്മുടെ ചെറിയ കുളത്തിൻ്റെ പരിപാടി നമ്മൾ നിർത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കി പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഴിയെടുപ്പിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ കേട്ടോ. കുഴി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ 4 സൈഡും വച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് 4 സൈഡും കവർ ചെയ്തിരിക്കുന്നത് വെള്ളം അകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതിനെ അടിച്ച് ഒന്ന് സെറ്റാക്കാം, ഒന്ന് ചെളി പോലെ ആക്കി അടിച്ചൊന്ന് സെറ്റാക്കണം. അതിനൊരു മടൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിനോട് ചേർത്ത് ഇങ്ങനെ അടിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഹൈറ്റ് കിട്ടും, കുറച്ചും കൂടെ വെള്ളം ഇറങ്ങിയില്ല അകത്ത്. ഓക്കെ. അപ്പോൾ കുളത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് തുണിയും ഒന്ന് വിരിച്ച് ടാർപ്പ് വിട്ടാൽ മതി കേട്ടോ. എന്നാ അടിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആഴമുണ്ട്. ഏകദേശം ഇതുവരെയുള്ള ആഴമുണ്ട് കേട്ടോ. ഇതുവരെയുള്ള ഒരു ആഴമുണ്ട്. അത് മതി നമുക്ക്. വേണ്ട, ഇനി ടാർപ്പ് ഇട്ടാൽ മതി. അകത്ത് കുറച്ച് എംസാൻഡ് ഇടുന്നു കേട്ടോ. ടാർപ്പൊക്കെ ഈർപ്പ് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി എന്തായാലും ടാർപ്പിട്ട് സെറ്റാക്കാം. ടാങ്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 4 സൈഡിലും മണ്ണൊന്നിങ്ങനെ വെട്ടി ഇങ്ങനെ അണയ്ക്കണം. അണച്ച് വയ്ക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും.
പിന്നെ ടാർപ്പ് അകത്തേറി ചവിട്ടിയാൽ ഇളകൂല. അതും കൂടെ ആകുമ്പോൾ ഈ ചെറിയ കുളത്തിൻ്റെ പണി പൂർത്തിയാവും. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. സൈഡിൽ വയ്ക്കാൻ മണ്ണില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ്. അതിന് നമുക്ക് ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ഇത്രയും വെള്ളമേ ഇതിൻ്റെ അകത്ത് നിറച്ചുള്ളൂ. ഇത്രയും വെള്ളം, അതായത് ഒരു അരയടി വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. നല്ല മഴക്കോളുള്ളത് കൊണ്ട് എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്ക് എന്തായാലും വെള്ളം നിറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും മീനിനെ ഇതിൻ്റെ അകത്താക്കാൻ പോകുന്നത് കേട്ടോ. മീനിനെ ഇതിൻ്റെ അകത്താക്കാൻ ഇത്രയും വെള്ളം ഇപ്പോൾ നിറച്ചാൽ മതി. നിർത്തിയിട്ട് ഇനി മീനിനെ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി നമ്മൾ ഇതിലേക്ക് മീനിടാൻ പോവുകയാണ് കേട്ടോ. ഇതിലേക്ക് മീനിടാൻ പോവുകയാണ്. നമ്മളെ മീൻ അവിടെയാണ്. അപ്പോൾ പതിയെ നമുക്ക് ചരിച്ച് വെച്ചിട്ട് ഓരോന്നിനായിട്ട് കയ്യിൽ പിടിക്കാൻ ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഇത് തെറിച്ചു പോകും. അപ്പോൾ ഓരോന്നിനായിട്ട് നമുക്ക് ഒരെണ്ണം പോയിട്ടുണ്ട്. രണ്ടാമത്തത് പൂ വിശാലമായ സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. 2, ഒരു ചെറുത് 3, 4, 5, അത് ജമ്പ് ചെയ്തങ്ങ് ചാടിയാട്ട് 6. ഇനി ലാസ്റ്റ് വൺ. ഇതിന് കുറച്ച് ഡാമേജ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചൂണ്ട കയറിയത് ഇവിടെയാണ് കേട്ടോ ഡാമേജ്. അതിൻ്റെ പുറത്തൂടെ വേറെ ഒരു മീൻ കടിക്കുകയും ചെയ്തു. ചെറിയ ഡാമേജ് ഉള്ളൂ. ചെറിയ ഡാമേജ് അല്ല, അത് നമുക്ക് ശരിയാക്കണം. നാളെ എന്തെങ്കിലും മരുന്നിട്ട് അതിന് ഓക്കെ ആക്കണം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യവാനാണ്. അപ്പം നമ്മൾ മീനുകളെല്ലാം ഇതാക്കിയിട്ടുണ്ട്. നമുക്കിനി വല കൊണ്ട് മൂടാം. അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ. വലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. വലയൊക്കെ ഇട്ട് നമ്മളെ കുളം അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മളെ വരാൽ കുട്ടന്മാർ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.